അൽജാദ കമ്മ്യൂണിറ്റി പാർക്ക്. ഇത് ഷാർജയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഷാർജ മുവൈല കൊമേഴ്ഷ്യൽ താമസിക്കുന്നവർക്കൊക്കെ അറിയാം, വളരെ അടുത്താണ്. ഷാർജ മുവൈല കൊമേഴ്ഷ്യൽ നിന്നൊരു 5 മിനിറ്റ് ഡ്രൈവ് മതിയാവും. എന്തായാലും നമ്മളും ഇന്നങ്ങോട്ട് അൽജാദയിലോട്ട് പോകാൻ തീരുമാനിച്ചു. വിൻ്റർ തുടങ്ങിയ ശേഷം എല്ലാ വീക്കെൻഡിലും നമ്മൾ അങ്ങോട്ട് പോകാറുണ്ട്. കുട്ടികൾ നന്നായി എൻജോയ് ചെയ്യും ഇവിടെ പോയി കഴിഞ്ഞാൽ. ഞങ്ങൾ സ്കേറ്റിംഗ് നടക്കുന്ന ഏരിയയിലോട്ട് എത്താറായി. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഫ്രീ ആണ്. ഇന്ന് ഇവിടെ വലിയ പരിപാടി നടക്കുകയാണ്. ആ കാണുന്ന പയ്യൻ എന്ന് വേണമെങ്കിൽ പറയാം, ചെറിയ പയ്യനാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് 2 മെഡൽ എന്തോ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. ഈ ഒരു സ്കേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഓസ്ട്രേലിയക്കാരൻ എന്നാണ് അറിയാൻ പറ്റിയത്. സ്കേറ്റിംഗ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് പഠിച്ചവരും പഠിക്കുന്നവരും ഒക്കെ ഇവിടെ വരുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് തന്നെയാണ് ഇത് കാണാനും പഠിക്കാനും. എല്ലാവരും ഒളിമ്പ്യൻ്റെ സിഗ്നേച്ചർ വാങ്ങിക്കുന്ന തിരക്കിലാണ്. അവരുടെ സ്കേറ്റ് ബോർഡിലും കയ്യിലും കാലിലും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അവൻ രക്ഷപ്പെട്ടു. സ്കേറ്റ് ബോർഡ് കുറച്ചും കൂടി റിസ്ക് കൂടിയ ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. ഒരുപാട് അഭ്യാസങ്ങൾ അതിനെ കൊണ്ട് കളിക്കും, ഒരുപാട് ആൾക്കാർ വീഴുന്നതും കാണാം. റോളർ സ്കേറ്റിങ്ങിനെ അപേക്ഷിച്ച് കൂടുതൽ പരിശീലനം ആവശ്യമാണ് സ്കേറ്റ് ബോർഡ് കൺട്രോൾ ചെയ്യാൻ. ഇത് നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ലാത്തൊരു കളിയാണ്. പെഡൽ ഗെയിം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു മെക്സിക്കോയിൽ നിന്നൊക്കെയുള്ള കളിയാണെന്നുണ്ട്. പക്ഷേ ഇവിടെ 2-3 കോർട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തേക്ക് ഇതൊരു ബാഡ്മിൻ്റൺ കളിക്കുന്ന പോലെ തന്നെയാണ് ഓൾമോസ്റ്റ് കാര്യങ്ങൾ.
ഇതൊരു ഗ്ലാസിൻ്റെ കവേർഡ് ചെയ്തിട്ട് ഇത് വോളിലാണ്. ഈ വോളിൽ തട്ടിയ ശേഷമാണ് ഇത് ബോൾ അടിക്കുന്നത്. അവിടെ നിന്ന് നേരെ ഞാൻ ബൗൺസിങ് സെൻറ്ററിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുട്ടികളോട് കുറേ ആയിട്ട് ബൗൺസിങ് സെൻറ്ററിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് അതിന് മുഹൂർത്തമായിരിക്കുകയാണ്. രണ്ട് ഭാഗത്തും ചെറിയ കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഏരിയ ഉണ്ട്. ഊഞ്ഞാലുകളും നല്ല കളർഫുള്ളായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് സെക്യൂരിറ്റികളുണ്ട്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാൻ ഒരുപാട് നല്ല ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ബൗൺസിങ് സെൻറ്റർ കയറിയ ഉടനെ രജിസ്ട്രേഷനാണ്. കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ അവിടെ കൊടുക്കണം. എല്ലാ വെള്ളിയാഴ്ചകളും ഇവിടെ പ്രൊഫഷണൽസിൻ്റെ ഒരു ഷോ ഉണ്ടാകാറുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ കുട്ടികളുടെ കയ്യിലൊരു ടാഗ് ഇട്ട് കൊടുക്കും. അതാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ തെളിവ്. അല്ലാത്ത ഇതുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ അകത്തോട്ട് നമുക്കതിൽ കളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു സോക്സ് വാങ്ങിക്കണം. ആ സോക്സ് ഇട്ട് വേണം അതിൻ്റെ അകത്ത് കയറാൻ. ശരിക്കും നല്ലൊരു എക്സസൈസും കൂടിയാണിത്. എനിക്ക് തോന്നുന്നു പല കുട്ടികളും ഇവിടെ വരുന്നത് തടി കുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. മെമ്പർഷിപ്പ് എടുത്ത് സ്ഥിരമായി വരുന്ന കുട്ടികളുണ്ടെന്ന്. പിന്നെ അതുകൂടാതെ ഇത് ഒരുപാട് ഇതിൽ പഠിക്കാനുണ്ട്. അത് ഞാൻ പ്രൊഫഷണൽസ് ചെയ്യുന്ന സമയത്ത് കണ്ടായിരുന്നു. അവർ ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കസ് തന്നെയാണെന്ന് പറയാം. അമ്മാതിരിയാണ് തലകുത്തിയും മറിഞ്ഞൊക്കെ കളിക്കുന്നത്. 1 മണിക്കൂറൊക്കെ 55 ദിർഹംസ് എന്തോ ആണ് ചാർജ് ചെയ്യുന്നത് കുട്ടികൾക്ക്. കുട്ടികൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. എത്ര തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു പരിക്കുകളൊന്നും പറ്റാൻ സാധ്യതയില്ല. അത്രയും നല്ല സോഫ്റ്റായിട്ടുള്ള എഡ്ജുകളാണ് എല്ലായിടത്തും അവർ ഒരുക്കിയിരിക്കുന്നത്. ഇത് വലിയവർക്കും ചെയ്യാം, ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല. ഇത് പരിശീലന ഏരിയയാണ്. കുട്ടികൾ മെമ്പർഷിപ്പൊക്കെ അവരെ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് കോച്ചാണ് ആയിരിക്കുന്നത്. മിക്സിങ്